കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘങ്ങളുടെ വാഹനത്തിന് നേരെ ആക്രമണം. ബസ്സിനുള്ളിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതിനെ തുടർന്ന് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു. വാഹന മുരസിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് വഴിവെക്കാനുണ്ടായ കാരണം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാത്തു, അല്പസമയം മുൻപാണ് കൊടുവള്ളിയിലെ ഒരു പമ്പിന് മുൻപിൽ വെച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഒരു ഈ വിവാഹ സംഘങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മറ്റൊരു കാറ് ഉരസിയതുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാവുകയും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരവധി കേസുകളിൽ അറസ്റ്റിലായ ആട് ഷമീർ, മുഹമ്മദ് ഷമീർ എന്നാണ് ഇയാളുടെ പേര്. ആട് ഷമീറും അതുപോലെ തന്നെ മറ്റൊരാൾ കൊളവായി ലസീസ്, ഈ രണ്ടുപേരും കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ്. ഈ കാറിൽ ഉണ്ടായിരുന്നത് ആറ് ആളുകൾ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ 2 പേരെയാണ് ഇപ്പോൾ കൊടുവള്ളി പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ സലീം വധക്കേസും അതുപോലെ തന്നെ ഷഫീഖിനെ താമരശ്ശേരിയിൽ നിന്നും ഷഫീഖിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഉൾപ്പെടെ ഈ കേസുകളിലെല്ലാം തന്നെ അംഗങ്ങളായിരുന്ന ആളുകളാണ് ഈ ആട് ഷമീറും അതുപോലെ തന്നെ കൊളവയിൽ അസീസും. മറ്റൊരു കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊട്ടേഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവർ പോകുന്നതിനിടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതിനിടെയാണ് ഈ ഒരു വാഹനവുമായി ഉരസുന്നത്. ഈ വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ കാറിൽ നിന്നും ഈ ആക്രമണം ഉണ്ടായ സമയത്ത് ഈ ഷമീറിന്റെ കാറിൽ നിന്നും വലിയൊരു സ്ഫോടന വസ്തു ബസ്സിനുള്ളിലേക്ക് എറിയുകയും ഈ ബസ്സിനുള്ളിൽ വെച്ച് ഒരെണ്ണം പൊട്ടിത്തെറിക്കുകയും മറ്റൊരെണ്ണം പൊട്ടിത്തെറിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാറിൽ മറ്റ് ആയുധങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസിന് ഇത് കണ്ടെത്താനായിട്ടില്ല. മറ്റ് ആളുകളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രൈവർക്കും ക്ലീനറിനും വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആട് ഷമീർ ഈ ക്ലീനറെയും അതുപോലെ തന്നെ ഡ്രൈവറെയും തല്ലുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഡ്രൈവർക്കും അതുപോലെ തന്നെ ക്ലീനർക്കും പൂവാട്ടുപറമ്പ് സ്വദേശി സനൽ ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ പയ്യമ്പ്ര സ്വദേശി രാകേഷ്, ഇവർ രണ്ടുപേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. വിവാഹ സംഘങ്ങളെ ഇറക്കിയതിനു ശേഷം പെട്രോൾ പമ്പിലേക്ക് ഇന്ധനം നിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെട്രോൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇരുവർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരെയും കൊടുവള്ളിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇരുവരുടെയും പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ എങ്ങോട്ടാണ് പോയിരുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ, അതുപോലെ തന്നെ മാരകായുധങ്ങളടക്കം ഈ പോലീസ് കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ പോലീസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ വ്യാപിച്ചിട്ടുണ്ട്. കാത്തു, ഇപ്പോൾ